വെള്ളം കൂടിയ മേലാത്തല്ലേ? നമുക്ക് തൽക്കാലം ഒന്ന് ഒരു ദിവസത്തേക്ക് ഇന്നൊരു ദിവസത്തേക്ക് ഒന്ന് മാറിയാലോ? മഴ കൂടുതല. അതൊക്കെ മരുന്നൊക്കെ ഞങ്ങൾ എടുത്തോളാം. ഉറപ്പാണോ? ഇന്ന് രാത്രി മാത്രം ഒരു ദിവസം നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. നമ്മ ഇന്നൊരു ദിവസം മാത്രമേ. പിന്നെ ഇവരിപ്പോ ഫയർഫോഴ്സുകാരുണ്ട്, കൂടുതലുണ്ട്. ഇവര് പോയി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമല്ല. രാത്രി എങ്ങാനും വെള്ളം കൂടിയാൽ നമുക്ക് ഇന്ന് രാത്രിത്തെ കാര്യമാണ്. നാളെ തിരിച്ചു വരാം. ആ ഒന്ന് പറഞ്ഞേ, ഇവരൊന്ന് ഇറങ്ങാൻ പറഞ്ഞേ. ആണോ? ആ അവിടെ നിൽക്കാൻ പറ്റും. ഇവിടെ ഇന്നൊരു രാത്രി മാത്രം അത് നമുക്ക് എങ്ങോട്ട് നമുക്ക് മാറ്റാം? യോഗ സെന്ററിലോട്ട്. നാളെ രാവിലെ പോരാ. ഇന്നൊരു രാത്രി വന്നു. കാരണം അമ്മ എങ്ങാണ്ട് വെള്ളം കൂടിയാ ഒന്നാമത് പുള്ളിക്കാരത്തേക്ക് നടക്കാൻ മേലാത്ത എടുത്തോണ്ടാ പോന്നേ. കസേരയിലാ കൊണ്ടുപോകുന്നേ. രാത്രി മാത്രം നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുക. രാത്രി ഒറ്റപ്പെട്ട്. ഇവിടെ ആരും ഇല്ല, ചുറ്റും ആരും ഇല്ല. ഭയങ്കര ഒഴുക്കാ. ഇത്ര ഒഴുക്കാണ്, കറണ്ടും ഇല്ല. ഇതുകൊണ്ട് ഇത്രയും വെള്ളം നിൽക്കുന്നിടത്ത് ഇത്രയും വെള്ളം തോന്നിയില്ല. ഇവിടെ തന്നെ ഞാനിപ്പോ തന്നെ കാല് തട്ടിയോടെ. രാത്രിയിലൊന്നും എങ്ങോട്ടും പോകാൻ മേലാത്ത സിറ്റുവേഷൻ ആയാൽ എന്നെ ചെയ്യും? അമ്മണിയമ്മയ്ക്ക് മേലാത്തല്ലേ? എന്റെ മോനെയൊക്കെ ഞങ്ങൾ ഓട്ടോയിൽ കയറ്റി വിട്ടിട്ട് രാവിലെ കണ്ടേ. മോനെയും പിള്ളേരെയും കൂടെ ഓട്ടോയിൽ കയറ്റി പാപ്പാടിക്ക് വിട്ടു. ഇവര് തന്നെ ഇവിടെ കിടക്കുന്നുണ്ടോ? ഞാനും ഇവിടെ നിന്നേ. അല്ലല്ല, അത് പറ്റത്തില്ല. കാരണം രാത്രി എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ നമുക്ക് 4 ചുറ്റും വെള്ളം അല്ലേ? 4 ചുറ്റും വെള്ളമാണ്. ഇത്രയും വെള്ളം നിൽക്കുന്നിടത്ത് ഇത്ര ഒഴുക്ക് നിൽക്കുക. ഈ വീടിന് 4 ചുറ്റും വെള്ളം ഉണ്ടോ? വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. മാക്സിമം ആൾക്കാർ കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള സാഹചര്യം പ്രത്യേകിച്ച് കോട്ടയം ഭാഗത്ത് ഇത് വലിയൊരു സീരിയസ് സിറ്റുവേഷനാണ്. പരമാവധി ആളുകൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ വീട്ടിൽ നിന്ന് മാറണം. അതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെയും അഭ്യർത്ഥനയും. നമ്മളും അതേപോലെ നമ്മൾ സഹായിക്കുന്നവരൊക്കെ ആഗ്രഹിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സേഫായിട്ട് മാറണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഇവിടെ ഈ കുടുംബത്തിന് വരാൻ താല്പര്യമില്ലെങ്കിലും പക്ഷേ ഇപ്പോൾ ഇതൊരു ഐലൻഡ് പോലെ കഴിഞ്ഞു. 4 വശവും വെള്ളമാണ്. ഇന്ന് രാത്രി എങ്ങാനും ഇതിൻ്റെ അപ്പുറം വെള്ളം കൂടിയാൽ അപ്പം ഒറ്റ രാത്രി കൊണ്ടാണ് ഈ വെള്ളം വന്നിരിക്കുന്നത്. നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത വിധമാണ് ഈ വെള്ളം കൂടിയിരിക്കുന്നത്. ഇത്രയും തന്നെ ഇപ്പോൾ വെള്ളമുണ്ട്. ചൂടെ പൊങ്ങിയാൽ അറിയാലോ. അതുകൊണ്ട് ഈ ഒരു തരത്തിൽ എല്ലാവരും സഹകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ഫയർഫോഴ്സിനോടും മറ്റുള്ള എല്ലാ ഉദ്യോഗസ്ഥരോടും. ഇവിടെ തന്നെ എല്ലാവരെയും കൊണ്ടുപോയെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഇതിൽ ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉദ്യോഗസ്ഥരുമായിട്ട് സഹകരിക്കുക. MLA ഇപ്പം വന്നോണ്ടല്ലേ നമ്മളാരും അല്ല ഞങ്ങൾ പത്രം പറഞ്ഞു നോക്കിയിട്ട് കേൾക്കാതെ വന്നല്ലേ? അതെ അതെ. നമുക്കിനി ഏതൊക്കെ ഒരു ഇനിയും വേറെ കൂടെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം കറണ്ടിന്റെ പ്രശ്നമുണ്ട്. എല്ലാവർക്കും കറണ്ട് ചൂടില്ലല്ലോ. അതുപോലെ ഇതൊരു അപകടം ഉണ്ട്. കാണുന്നു വെള്ളത്തിലല്ലോ. ഇപ്പൊ അത് കൊണ്ടുവരണ്ടേ? കൊണ്ടുവന്ന് പാതക്കുണ്ട്. ഇങ്ങോട്ട് വരുമോന്നുള്ള ഇങ്ങോട്ട് കിടക്കുവോ? നമ്മള് നിന്നട ഇല്ല ഒന്നും പറ്റിയില്ല. ഇല്ലെന്നേ ഇടിഞ്ഞു പോയത് അവിടെ. ഞാൻ പറയുന്നത് അപകടം കണ്ടോ? ഇടിയുന്നുണ്ടോ? രാത്രിയിലൊക്കെ സംഭവിക്കുന്നെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. ഒഴുക്ക് വരുന്ന ഇവിടെ എന്തായാലും മാറണം. ഇവിടെ സൈഡിൽ നിന്ന് ചവിട്ടാൻ മേല. ഇതിന്റെ അടിത്തറ ഇളകി തുടങ്ങി ഇല്ലേ?
ഈ ഒരു സാഹചര്യം കണ്ടോ, ഇവിടെ ഇവര് വീട്ട് മാറാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പൊ തന്നെ ഈ വീടിന്റെ ഭിത്തി ഇടിഞ്ഞു ഉണങ്ങുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇത് സീരിയസ് സിറ്റുവേഷൻ ആണ്. നമ്മൾ ഒരു ദിവസം ഇന്ന് രാത്രി ഞാൻ നോക്കാം, നാളെ ചിലപ്പോൾ കുറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. തൽക്കാലം അങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാം. സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. ആ സൈഡ് നിൽക്കണ്ട, ആ സൈഡ് നിൽക്കണ്ട. അവിടെ അവിടെ ഒരു കമ്പുണ്ടോ? ഇവിടെ ഒരു ടാപ്പുണ്ട്, ഇവിടെ ടാപ്പുണ്ട്. സതീഷ് ഉണ്ടോ? ഇല്ല, അവിടെ പൈപ്പുണ്ട്. സൈഡ് നിൽക്കണ്ട. സതീഷേ, അല്ല അവിടെ നിന്ന് മാറിയുന്നു. ഇനി ഏതെങ്കിലും വീട്ടുകാരുണ്ടോ? കംപ്ലീറ്റ് മീനടുത്ത് പോയില്ലേ? അമ്മേനടുത്ത് പോയത് ഈ പുള്ളിക്കാരത്തെ കൂടെ മാറ്റിയാലോ? ഇവിടെ അതിന് ചെവിയും കേൾക്കത്തില്ല, വർത്താനം പറയാൻ മേലാത്ത. ആണോ? മേലാത്ത. അതപ്പം മകൻ പറഞ്ഞില്ല ഞാൻ നോക്കിക്കോളാം. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ലെന്ന് മോനോട് നമുക്ക് ഒന്നുകൂടെ പോയി ചോദിക്കാം. ആ പിന്നെ ഞാൻ പറഞ്ഞാ കൊണ്ടുവന്നു. മോനെന്താ പറയുന്നത്? ഞാനുണ്ട്, ഞാൻ നോക്കിക്കോളാം. ഭയങ്കര ഡേഞ്ചർ. ശരിയാക്കാനും ബുദ്ധിമുട്ടാണ്. അത് പറ്റത്തില്ല. അത് മകനെന്ത് ചെയ്യും? വൈകിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എല്ലാവർക്കും കുറ്റം വരുമല്ലോ. ഞാൻ പോയതാണ് ഇപ്പൊ അവിടെ വരെ. അല്ല, മോൻ പോയപ്പോ തടഞ്ഞില്ലേ? മോനെ ഇവര് പറയുന്നു. ഇവര് സംബന്ധിച്ചു നമ്മൾ അപ്പുറത്ത് വിട്ടു എന്നിട്ട് സംസാരിക്കും. അറിയത്തില്ല. പ്രസിഡന്റ് ഹെൽത്ത് സൂക്ഷിക്കുന്നുണ്ടോ? ദേഹം മൊത്തം നനഞ്ഞിരിക്കുക. ന്യൂമോണിയ അടിക്കും. 13-ാം വാർഡിൽ വലിയ പ്രശ്നം. ആരും നടക്കണ്ട. എല്ലാരും ആരും നടക്കുന്നില്ല. അങ്ങോട്ട് പോരുക, സൈഡിലോട്ട് പോരുക. ആ സൈഡ് ഇടിയുന്നുണ്ടേ, അങ്ങോട്ട് സൈഡ് ഇടിയുന്നുണ്ട്. പതുക്കെ പതുക്കെ പതുക്കെ. ഇവിടുത്തെ വെള്ളത്തിന്റെ ലെവല് നമ്മുടെ അരയറ്റം വെള്ളമാണ്, നല്ല ഒഴുക്കുക. അമ്മയുടെ മരുന്നിന്റെ കാര്യം പറഞ്ഞു, അതെടുത്തായിരുന്നോ? മരുന്നെടുത്തോ? സഞ്ജയ്. ആ പിന്നെ രാത്രി ഇരുട്ടത് പിന്നെ ഇരിക്കണ്ടേ? കറണ്ട് ഒന്നുമില്ല. ഉണ്ടാക്കില്ല. അരയറ്റം വെള്ളം നല്ല ഒഴുകുമായി. അതും കൂടെ കൊണ്ടുപോകാം. പിന്നെ ഇത്രയും വെള്ളത്തിൽ വൈകിട്ടൊന്നും വരുമെന്ന് പറയുന്നത്. വണ്ടി ഇറക്കി അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ ഞങ്ങൾ വിളിച്ചു. ഇതിപ്പോൾ എൻ്റെ മോടെ പിള്ളേരും ഉണ്ടായിരുന്നു. അവരെ പിന്നെ ഞങ്ങൾ ഇതിലെ നീന്തി കൊണ്ടുവന്ന് ഓട്ടോ വിളിച്ച് പാമ്പാടിക്ക് വിട്ടു. വിളിച്ചു, വിളിച്ചിട്ട് നിങ്ങൾ കേട്ടില്ല. ഞങ്ങളിവിടെ കുത്തിയിരുന്ന് വിളിച്ചു. അല്ല, മോനെ ഇവിടുന്ന് വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞതാ.
അന്നേരം പിന്നെ ഓട്ടോ വന്നപ്പോൾ ഞങ്ങൾ നീന്തി അങ്ങ് കൊണ്ടുപോയി. ആ വീട്ടിലില്ലേ അമ്മച്ചി പ്രായമായ അവരോട് ചോദിച്ചപ്പോഴാ വരുന്നില്ലെന്ന് പറഞ്ഞു. ആ വീട് അപ്പുറത്തെ വീട് കണ്ടില്ല അപ്പുറത്തെ ഇല്ല, ഇവിടെ നിന്ന് ഞങ്ങൾ കൂവിയായിരുന്നു. കേൾക്കാഞ്ഞിട്ടാ. എടുത്തോ? ഫോണെടുത്താലേ ആ പോയെടുത്തെടുത്ത് റിയൽമി ആ വീട്ടിൽ വന്ന് അവരൊക്കെ നിൽക്കണ്ട 14 Pro. ഇത് സമ്മതിക്കുന്നില്ല. ഇത് 40. ഐഫോൺ ഹീറ്റാവും. അത് കുഴപ്പമില്ലല്ലേ? അവിടെ ഒരു ചെറിയ സ്റ്റെപ്പ് വേണം. പ്രസിഡന്റിനെ നോക്കിക്കോണേ പുറയില്ല. പ്രസിഡന്റ് പനിയാ. ആ വഴിയാ. ആയുർവേദത്തിലോട്ടാണ് കൊണ്ടുവന്നു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആയുർവേദ ഹോസ്പിറ്റലാണ്. അതിലേക്കാണ് ഇവിടെ മാറ്റി പറഞ്ഞിട്ടുണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവരും ഈ ഭാഗത്തുള്ള എല്ലാവരും ഒഴിപ്പിച്ചു, സാധ്യമായിട്ടുള്ള എല്ലാവരും. മറ്റു ചിലർ നിർബന്ധം പിടിച്ച് വരാതിരിക്കുന്നുണ്ടെങ്കിലും പരമാവധി ഉള്ളവരും ഒരു വീടും കൂടെ ഒഴിവാക്കുന്നു. അവരെയും നമ്മൾ ഇപ്പോൾ മാറ്റാൻ ശ്രമിക്കുന്നതാണ്. പുള്ളി എന്ത് ഈ വീട്ടിലെ ആളെന്ത് വീട്ടിലാണ് ഇത് എങ്ങനെ വഴിയല്ല ആ സൈഡിലോട്ട് തിരിഞ്ഞു പോകുന്നുണ്ട്. ആ ഓക്കെ നമുക്ക് മാറ്റണമല്ലോ. ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. അതേപോലെ ഐലൻഡായി മാറിയിരിക്കുക. ഒരു ചെറിയ സേഫാണ്. ആ വീടിന്റെ സൈഡൊക്കെ ഇവിടെ എന്നാന്നറിയോ, വൈകിട്ട് ആരും ഇങ്ങോട്ട് വരാൻ കാണത്തില്ല. അതാ പ്രശ്നം വരുന്നത്. കൈ പിടിച്ചോണേ. അല്ല വഴി കുഴപ്പമൊന്നുമില്ല. അത് കണ്ടിട്ടില്ല. അയ്യോ പിന്നെ ഇവിടത്തെ വഴിയുടെ ഒന്ന് പറഞ്ഞോണ്ട്. ഏതാ വഴി അറിയാവുന്ന ആളെ കണ്ടിപ്പോ
അങ്ങനെ പറഞ്ഞാൽ അറിയത്തില്ല. അതുണ്ടോ ശാന്തിക്ക് പോവാം. ആയുർവേദത്തിൽ ശാന്തിയൊക്കെ ഉണ്ട്. ഇന്നൊരു രാത്രി മാത്രം നാളെ രാവിലെ പോലെ അത് വരത്തില്ല. എന്നാ അറിയോ? അറിയാം, ചേച്ചിക്കറിയാമല്ലോ കാര്യങ്ങൾ. എന്താണെന്നറിയോ അമ്മ? അമ്മ നോക്കി വെള്ളം എവിടെ എത്തി നോക്കി. രാത്രി ഒറ്റ മഴയിലാണ് സംഭവിച്ചത്. നാളെ ഇത് വീണ്ടും ഇന്ന് രാത്രി പെയ്താൽ ഇത് വീട്ടിനകത്ത് കയറും. ഇന്ന് രാത്രി മാത്രം ചേച്ചിക്കറിയാലോ കാര്യങ്ങൾ. സേഫ്റ്റിക്ക് മാത്രം. പക്ഷെ ഇതുപോലെ വന്ന് വെള്ളം കയറിപ്പോയ രാത്രി ആരും വിളിച്ചാൽ വരാൻ ആരുമില്ല. ഇപ്പൊ ഫയർഫോഴ്സുകാരുണ്ട്. നേരത്തെ അപ്പൊ ആരും കാണത്തില്ല. ഞങ്ങൾ ആരും കാണത്തില്ല. ഫോണും ഇല്ല. ഈ ചുറ്റോട്ടത്തും ആരുമില്ല. അമ്മയ്ക്ക് വയ്യായിരുന്നു. അമ്മ ഞാൻ പറഞ്ഞതിന് ശേഷം കേട്ടെ. ശാന്തയൊക്കെ ഉണ്ട് അവിടെ. ശാന്ത അവിടെ കൊണ്ടുപോയി. അങ്ങനെ പറയാതെ ബിനു എന്നാ പറയാ, എല്ലാവരുടെ ഫോണൊക്കെ പക്ഷേ ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ പെരക്കകത്ത് വെള്ളം കയറിയിട്ടും ഇവരിവിടുന്ന് പോയില്ല. ഇത് ശരിയാണ്. പക്ഷെ ഇപ്പൊ ആരെ വിളിച്ചാൽ പോലും കിട്ടത്തില്ല. ഒരാൾ പിറവത്തിന്ന് വന്നിരിക്കുന്ന, മറ്റൊരു പാമ്പാടിന്ന് വന്നിരിക്കുന്നത്. ഇപ്പൊ ഈ രാത്രി ഇവിടെ ഉണ്ട്. രാത്രി ഇവരുടെ കഴിഞ്ഞ പ്രാവശ്യം ഞാനും സഹായത്തിനുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വെള്ളത്തിന് അമ്മ കേക്ക് അന്നും പറഞ്ഞില്ല ഈ സംഭവം. തമാശ ചിരിക്കാതെ. ഇന്നൊരു രാത്രി മാത്രം. ഇന്നൊരു രാത്രി ഇതൊന്നും മതി. ഞാൻ ചേട്ടന്റെ വെള്ളം പൊക്കുവല്ലേ, ഞാൻ കുഞ്ഞു പോടില്ല ചേട്ടൻ. ഞാൻ പറഞ്ഞ അറിയോ, അന്ന് എന്റെ അനുഭവത്തിൽ ഞാൻ അങ്ങനെ പോകത്തില്ല. മതി. മറ്റുള്ള കാര്യത്തിൽ പഠിക്കുമല്ല ഞാനുണ്ട് കൊടുത്തു കേട്ടോ. ആ കാര്യമൊക്കെ പേടിക്കൊന്നും വേണ്ട. വിഷയമില്ല. അതൊക്കെ അറിയാം. എന്റെ ഫോണിൽ ചാർജൊക്കെ ഉണ്ട്. ഫുള്ള് അതൊക്കെ ഉണ്ട്. കറണ്ട് ഇല്ല കേട്ടോ. ബിനു ബാക്കിയുള്ള ഈ മെമ്പർമാരുടെ ഉണ്ടല്ലോ, ഇവരെല്ലാം ഓഫാ. അമ്മ ചുറ്റുവട്ടം അല്ല നമ്പർ മെമ്പറെല്ലാം ഓഫാ. ഫോൺ ഓഫായി പോയി. രാവിലെ മുതൽ വെള്ളത്തില്ല. അമ്മ ചുറ്റുവട്ടത്ത് ആരുമില്ല. ഫോണില്ല, ലൈറ്റ് ഇല്ല. അതെ. അമ്മ അവസാനം ചോദിക്കാം, അമ്മ വരുന്നോ? ഇരുട്ടത്ത് എടുത്തോണ്ട് പോകാനൊന്നും പറ്റത്തില്ല. അമ്മ ഇപ്പൊ ഒറ്റ അമ്മ വിഷയമില്ല. ഇന്നൊറ്റ രാത്രിയേ ഉള്ളൂ. ഇന്നൊറ്റ രാത്രി. ഞാൻ ഈ വെള്ളം നിരത്ത് നിൽക്കെ തന്നെ ഞാൻ പറഞ്ഞ നമുക്കൊരു വാറ മറന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ വീട്ടിലോട് പോകാന്ന് പറഞ്ഞാൽ അത് വരത്തില്ല. ഇതിൽ കൂടുതൽ നമ്മൾ എങ്ങനെയാ പറയുന്നത്? അല്ല കുഴപ്പമില്ല, ഞാനുണ്ട്. ഞാൻ സേഫ്റ്റി ആയിട്ടുണ്ട്. ആയിട്ടുണ്ടോ അവിടെ? കസാരയിൽ എടുത്തോണ്ട് പൊക്കോളാം. കസേര കൊണ്ടുപോവാം. കസേര ഇരുത്തി കൊണ്ടുപോവാം. പറയാൻ കേൾക്കത്തില്ല. ഇവിടെ ഇരുന്നോളാം. അതാണ് അതിന്റെ ശീലമായി പോയതാ. ഇല്ല കുഴപ്പമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയില്ലോ. ഒന്ന് സംസാരിച്ചേ. ഞാൻ ഇപ്പൊ വരേണ്ട കാര്യം എന്താ? ഞാൻ ആ വീട്ടുകാർ പറഞ്ഞപ്പോ അത് ഞാൻ ഉറപ്പില്ല. അതെനിക്ക് ഞാൻ വന്ന് പറയേണ്ട കാര്യം ഇത്രയും പറയുമ്പോ നിങ്ങൾ എനിക്കറിയാം. ഒന്ന് പറഞ്ഞു. അല്ല താങ്കളൊന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനല്ല. ഇപ്പൊ എന്റെ ഫ്രണ്ട് വെച്ച് പറഞ്ഞു. ബിനു നിർബന്ധമായിട്ടൊന്ന് പറഞ്ഞു നോക്കി. അങ്ങനെയല്ല. ഇപ്പൊ എന്റെ ഫ്രണ്ട് വെച്ചൊന്ന് പറഞ്ഞു. വെള്ളം കൂടുമായിരിക്കും. അങ്ങോട്ട് പോകണമെങ്കിൽ പൊക്കമല്ല. ഞാനും വരാം. വരത്തില്ല. അതാ എനിക്ക് അറിയാവുന്നല്ലോ. ഈ പെരക്കകത്ത് വെള്ളം കയറിയിട്ട് പോലും ഇവിടുന്ന് പോയിട്ടില്ല. അങ്ങനെയല്ല. ഒറ്റ മഴയത്താണ് ഇത്രയും വെള്ളമായത്. അടുത്തൊരു മഴയത്ത് ഇവിടെ കൂടാ. ഞാൻ പറയാം, കുറഞ്ഞാൽ കുഴപ്പമില്ല. ഒറ്റ മഴയത്ത് ഇത്രയായ എന്ത് ചെയ്യും? ഞാനത് പറഞ്ഞു. ഈ വെള്ളം കൂടി വന്നപ്പോഴേ ഞാൻ ഇരുട്ടത്ത് രോഹിണി എടുത്തോണ്ട് തനിക്ക് പോവാൻ അതന്നെ എവിടെയെങ്കിലും കറണ്ട് ഇല്ല. ഒന്ന് രാത്രി ഫോണില്ല. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി. എനിക്കറിയാം. ഞാൻ പറഞ്ഞതിന്റെ കാര്യം പറഞ്ഞിട്ടുള്ളതാ. ഈ അമ്മ പോകത്തില്ല, എന്നാ ചെയ്യാൻ? അല്ല ഞാൻ ഇല്ല ആരും പേടിക്കണ്ട. ആ ഒരു ഈ തലപ്പത്ത് പിടിക്കണോ? അത് അവസാനം വർക്ക് ചെയ്യും. ഇന്ന് രാത്രി
അത് കൊണ്ടുവരും ഡ്രസ്സൊക്കെ ഇവിടെ ഇരുന്നേ. ഇവിടെ ഇരിക്കെ. ആ അപ്പോൾ എടുത്തോ അവസാനം ആയുധം പ്രയോഗിച്ചു. നമ്മൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അവസാനം തൊഴിലുറപ്പ് ഞാൻ ആവുന്ന പറഞ്ഞു. വെള്ളം കൂടുതലാണ് നമുക്ക് പോകാൻ രാത്രി ആരും കാണത്തില്ല. അതാ പ്രശ്നം. രാത്രി ഇനി ആരും ചുറ്റോടൊട്ട് ആരുമില്ല. എല്ലാവരുടെ ഫോൺ ഓഫ്, കറണ്ടും ഇല്ല. എന്നാ ചെയ്യാൻ പറ്റും? പെട്ടെന്നൊരു ആവശ്യം വന്നു. ഇപ്പൊ അവിടെ 2ാം നില ഉണ്ടെന്നെങ്കിലും പറയാം. അവിടെ 2ാം നില എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഇപ്പൊ ഒന്നും ചെയ്യാതിരിക്കാനല്ലേ. ഏതാ മണ്ഡലം പ്രസിഡന്റ് നീന്തി വരികയാണോ? ഡ്രസ്സൊക്കെ മാറി വരണ്ടേ? ഇങ്ങനെ വന്നാൽ ചെയ്യാൻ പറ്റും. അങ്ങോട്ട് മാറില്ല. നേരെ തന്നെ വാ. ഇത് അത് വേണ്ടല്ലോ. ഇനി കസേര കൊണ്ടുപോകല്ലേ? നടന്നു വരും. വേണ്ട, നടന്നേക്കണം. നടന്നുകൊണ്ട അനുമരം വെള്ളവും കസേര കൊണ്ട് അത് ഇത്രയും പൊട്ടിയിരിക്കണോ? സൈഡ് പൊട്ടിയിട്ടുണ്ടല്ലേ? സൈഡ് പൊട്ടിയുണ്ട്. വേറെ കസേര വല്ലതും ഉണ്ടോ? അത് അത് കുഴപ്പമില്ല. തൊഴിലുറപ്പ് പറഞ്ഞു. എന്ത് പേടിക്കണ്ട. ഹലോ. വരും. ഇവിടുന്ന് ആൾക്കാരെ ഒഴിപ്പിക്കൊണ്ടിരിക്കുക. അത് അങ്ങോട്ടാ വരും. അവിടെ ഇതുണ്ടോ? അവിടെ സ്കൂളിന്റെ ക്യാമ്പല്ലേ? അതല്ലേ പിന്നെ ഞാൻ വിളിച്ചേ. നമ്മുടെ സന്തോഷം കൂടി ഇല്ലേ? 10 രൂപ ആയുർവേദ ക്യാമ്പ് നടത്തണം. ആയുർവേദത്തിന്റെ ആണ് നമ്മള് ക്യാമ്പ് തുടങ്ങി. രാത്രി 12 മണിക്ക് ബൈക്ക് എടുത്ത് വെച്ചോ? രാത്രി മഴ കുറയാൻ നമുക്ക് ഇവർക്ക് ഫുഡെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? കിടക്കുന്നവർക്ക് അറേഞ്ച് ചെയ്യുമോ? പൊറോട്ട ചപ്പാത്തി എന്നേലും മതി എന്നേ. ഇച്ചിരി എന്നേലും വെയിറ്റ് നമുക്ക് അറിയോ? എന്നേലും മതി. അതെ. ഇന്നത്തെ അതിലിരുന്നോ ഇവിടെ എടുത്തോ ഒന്നും നോക്കണ്ട. ഒന്നും ആലോചിക്കാനില്ല. എടുത്തോ. ഞങ്ങൾ കൂടുതലുണ്ട്. ഇങ്ങോട്ട് മാറി. ഒന്നും പേടിക്കണം. ഞങ്ങൾ കൂടുതൽ ഇത്രയും
ഇപ്പൊ ഇവര് വേണ്ടല്ലോ, വേണ്ട, അവര് പൊയ്ക്കോട്ടെ, അവരിങ്ങനെ പൊയ്ക്കോട്ടെ. ഇനി ആരുമില്ലല്ലോ അല്ലേ? ഇവിടെ ആരുമില്ല. ക്യാമ്പിൽ കയറാം.